ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു വെഡ്ഡിങ് ലുക്കാണ്. ഫസ്റ്റ് നമ്മൾ ലെൻസ് വെച്ച് കൊടുത്തു. ഗ്രേ ഷെയ്ഡിലുള്ള ലെൻസാണ് വെച്ചത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് ജസ്റ്റ് ഗ്യാപ്പ് മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു 1 ഷെയ്ഡ് ലൈറ്റർ കൺസീലർ യൂസ് ചെയ്ത് ഐബ്രോ 2-3 കൺസീൽ ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ടൊരു ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്ത് ഐസിൻ്റെ മുകളിൽ നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ടൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് രണ്ടും ഈവനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സ്പഞ്ച് യൂസ് ചെയ്ത് എന്നിട്ടതൊരു പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് ലൂസ് പൗഡർ അത് കഴിഞ്ഞിട്ട് സ്പഞ്ച് യൂസ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഈവനാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ടൈറ്റ് ലൈനിൽ കാജൽ യൂസ് ചെയ്ത് ലൈൻ ചെയ്ത് അതേ സെയിം കാജൽ യൂസ് ചെയ്തിട്ട് വാട്ടർ ലൈനും ചെയ്ത് ഐസിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്ത കാജൽ യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടൊരു ബ്ലാക്ക് ഐ ഷാഡോ യൂസ് ചെയ്ത് അത് രണ്ടും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് ലിപ്പ് ഓയിൽ യൂസ് ചെയ്ത് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസിങ് ആക്കി അത് കഴിഞ്ഞിട്ട് 2-വേ ജെൽ യൂസ് ചെയ്ത് ഐസിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലൂസ് ഗ്ലിറ്റേഴ്സ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ലൂസ് ഗ്ലിറ്റേഴ്സ് അവിടെ തന്നെ പ്ലേസ് ആയിരിക്കും കറക്റ്റായിട്ട്. അത് നമ്മുടെ ഫേസിലേക്ക് വീഴുകയോ സ്പ്രെഡ് ആവുകയൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ ആ ഐ മേക്കപ്പിൽ ആ ഗ്ലിറ്റേഴ്സ് കുറച്ചുകൂടി നന്നായിട്ട് പോപ്പ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടൊരു ലിക്വിഡ് ലൈനർ യൂസ് ചെയ്തിട്ട് ഐസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ആ ഒരു ഐ ഷേഡോ മുകളിലൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്തു. കുറച്ചുകൂടി വോളിയം തോന്നാനായിട്ട് വീണ്ടും ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഐലാഷ് ഒന്ന് കേൾ ചെയ്തെടുത്ത് ഐലാഷസ് ഫിക്സ് ചെയ്തു. PACയുടെ ലാഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് ഫേസിൽ വീണ ഫോളോട്ട്സ് ഒക്കെ ഒരു വൈപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഐസിൻ്റെ അടിയിലും ഫേസിൻ്റെ അവിടേക്കായിട്ട് ഗ്ലിറ്റേഴ്സൊക്കെയും സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. മോയ്സ്ചറൈസർ കം പ്രൈമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഒരു ബ്രഷ് വെച്ച് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൈ ഉപയോഗിച്ച് ഫേസിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടൊരു 5 to 10 മിനിറ്റ്സ് ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു ഫേഷ്യൽ ഓയിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഓയിൽ നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഫേസിലേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. ഒരു 5 to 10 മിനിറ്റ്സ് സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ആകാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഫേസ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു. ആൾക്കങ്ങനെ ഫേസിൽ അധികം പിമ്പിൾസും ഡാർക്ക് സർക്കിൾസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓറഞ്ച് കറക്റ്ററും ഒരു ഡാർക്ക് ഷെയ്ഡ് കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫേസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തൊരു ബ്രഷ് യൂസ് ചെയ്താണ്. എന്നിട്ട് ഞാനൊരു ബ്ലെൻഡർ വെച്ചിട്ട് വെറ്റായിട്ടുള്ളൊരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ലൂസ് പൗഡർ വെച്ച്. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തു. ചീക്സിലും നോസിൻ്റെ ടിപ്പിലും നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തു. എന്നിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫേസിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് ആ ബ്യൂട്ടി ബ്ലെൻഡർ അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു നാച്ചുറൽ ഫിനിഷ് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബ്രോൺസർ യൂസ് ചെയ്ത് ജോ ലൈനും ചീക്സും ഒക്കെ ഒന്ന് ബ്രോൺസ് ചെയ്തെടുത്തു. എന്നിട്ടൊരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അണ്ടർ ഐസ് ചെയ്തു. ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അണ്ടർ ഐസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സിലൊക്കെയും ഹൈലൈറ്റർ യൂസ് ചെയ്തു. ഐസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കാജൽ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ട്. ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ലിപ്സ് എല്ലാം ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് മേക്കപ്പ് ഫിനിഷ് ചെയ്തു. ആ ക്ലിപ്പ് എൻ്റെ ഇത് മിസ്സായിപ്പോയി. ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.